ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുറച്ച് നല്ല നല്ല പെർഫ്യൂമുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് 5 മീഷോ പെർഫ്യൂംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ മെയിൻ ഹൈലൈറ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 200 രൂപയിൽ താഴെയുള്ള പെർഫ്യൂംസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഞാൻ 2 വീക്ക് മുന്നേ സംഭവങ്ങൾ വാങ്ങിച്ച് ഒരാഴ്ചത്തോളം അത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് മാത്രമല്ല, നമുക്ക് എങ്ങനെ പെർഫ്യൂംസ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കീപ്പ് ചെയ്യാം, അതിൻ്റെ കുറച്ച് ടിപ്സ് കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പെർഫ്യൂമിൻ്റെ പേര് വരുന്നത് റാംസൺസിൻ്റെ യു ആർ ലവ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ്. ഇത് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. സ്റ്റെയിൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല സൂപ്പർ ആയിട്ടുള്ള സ്മെല്ലാണ്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പെർഫ്യൂം. ഇത് ഞാൻ ഒരെണ്ണമായിട്ട് എനിക്കൊന്നും കഴിഞ്ഞ മന്ത് എന്തോ വാങ്ങിയതാണിത്. വാങ്ങിച്ച് ഒരുപാട് റിവ്യൂസ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഓൺലൈനിൽ നമ്മൾ പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ ഡ്രസ്സ് വാങ്ങിക്കുന്ന പോലെ ഒന്നാമത്തെ കാര്യം നമുക്ക് ചിലപ്പോൾ റിട്ടേൺ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് വന്ന് കഴിഞ്ഞിട്ടായിരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നത്. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തായാലും റിട്ടേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ റിവ്യൂസ് ചെക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ കുറേ പേര് ചിലത് വാങ്ങിയിട്ട് ഭയങ്കര ബാഡ് സ്മെല്ലാണ്, അല്ലെങ്കിൽ അവർ ഇട്ട് കഴിഞ്ഞിട്ട് റാഷസും പിന്നെ അങ്ങനെ പല പല ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ശ്രദ്ധിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ വാങ്ങിച്ചത് ഉന്നം തെറ്റിയില്ല, കറക്റ്റ് സാധനം തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന് തന്നെ ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ആലോചിച്ചത് അതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരാളുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, എന്നാൽ പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട, അപ്പാടെ ഇത് ബോക്സിലിട്ട് അങ്ങനെ തന്നെ കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എൻ്റെ ഒരു റിവ്യൂ എനിക്ക് ആ സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. പക്ഷേ ആ ഫ്രണ്ടിന് ഞാൻ കൊടുത്തതിന് ശേഷം അയാൾ കറക്റ്റായിട്ട് ഇതിൻ്റെ റിവ്യൂ എനിക്ക് പറഞ്ഞു തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കകത്ത് ഇത് നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഇനിയും വേണം, ഞാൻ ഒന്നും കൂടി ഓർഡർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഏതൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് ഓർത്തിട്ട് ഒന്നും കൂടി ഇത് വാങ്ങിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന പോലെ മീഷോ എന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഇത്രയും പൈസയാണ് വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ആകെ ഷോക്ക്ഡായി. ഇത്രയും പൈസക്ക് ഇത് നല്ലതാണോ, മീഷോ എന്ന് വാങ്ങിച്ചതാണോ, അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചു. കാരണം മീഷോ എന്ന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എന്തോ ഒരു ഇതായിപ്പോയി. അപ്പോൾ പറഞ്ഞു വരുന്നത്, മീഷോനെ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തരുത്, കാരണം സംഭവം ഇത്തിരി സീനാണ് ഗൈസ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതിൻ്റെ തന്നെ ജാസ്മിൻ്റെ ഇതുണ്ട്, പക്ഷേ എനിക്ക് ജാസ്മിൻ്റെ അധികം ഇഷ്ടമല്ല ഗൈസ്. സോ ഞാൻ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു റോസാപ്പൂ ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുത്തേക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തത്. ഈ പെർഫ്യൂമിൻ്റെ എക്സാക്റ്റ് പ്രൈസ് വരുന്നത് 175 ആണ്. പക്ഷെ നമുക്കിത് മീഷോന്ന് 130 രൂപയ്ക്ക് കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനിത് വാങ്ങിയിട്ടുള്ളത് 106 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടിപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ കൂടുതലും മീഷോന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേനും ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും ചെയ്യണത്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യില്ലേ, അപ്പോൾ തന്നെ നമ്മൾ ഒന്നിലേക്ക് GPay അല്ലെങ്കിൽ ഫോൺപേ എന്ത് വഴിയാണെന്ന് വെച്ചാൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യും. അങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 30 രൂപ മുതൽ ഒരു 15 രൂപ അതിനുള്ളിൽ നിൽക്കുന്ന എമൗണ്ട് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. സോ ഇത് ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് പരീക്ഷിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫ്യൂം വരുന്നത്. ഇത് 30 ml ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ തന്നെ ജാസ്മിൻ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഫ്രാഗ്രൻസ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ ഇത് മാത്രം വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് റാംസൺസിൻ്റെ ലാ ഒഫേല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. പെർഫ്യൂമാണ്. ഇതിൻ്റെ ബോട്ടിൽ നോക്കി, എല്ലാത്തിൻ്റെ ബോട്ടിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. ഇതിങ്ങനെ അടപ്പിങ്ങനെ പൊക്കി മാറ്റാം, ഇങ്ങനെ ഇടാം, അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ്. ഇത് ഗ്ലാസ് പോലത്തെ സംഭവമാണ് കേട്ടോ. എല്ലാം അതെ ഗ്ലാസ് ആണ് ഗൈസ്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത്, ഇത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനും അടിക്കാം കേട്ടോ, കാരണം നല്ല മണമാണ്. ഇത് ഒരുമാതിരി ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരുമാതിരി സ്പ്രേയുടെ ഇതാണ്. കുറച്ച് എന്ന് വെച്ചാൽ സ്വീറ്റ് അല്ല, കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, ഇതെല്ലാം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. കാരണം ഞാനിത് ഓഫീസിൽ പോകുമ്പോൾ രാവിലെ അടിച്ചിട്ട് വൈകിട്ട് നമ്മൾ മേലെഴുകാനായിട്ട് ഡ്രസ്സ് മാറുമ്പോൾ വരെ നമുക്ക് ആ ഒരു സ്മെല്ല് ഫീല് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് കുറച്ചും കൂടി ഞാൻ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി
ഹാർഡായിട്ടുള്ള സ്മെല്ലാണ്, പക്ഷെ എന്നാലും നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പെർഫ്യൂം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റാംസൺസിൻ്റെ തന്നെയാണ് കേട്ടോ. പെർഫ്യൂമിൻ്റെ പേര് വരുന്നത് ലാ ഒപ്പേല എന്നാണ്. 40 ml ബോട്ടിലാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 175 ആണ്. പക്ഷേ നമുക്കിത് മീഷോന്ന് 138 രൂപയ്ക്ക് കിട്ടും. ഞാൻ മറ്റേ ടിപ്പ് ഉപയോഗിച്ചിട്ട് 107 രൂപയ്ക്കാണ് കേട്ടോ ഈ പെർഫ്യൂമോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസ് ഉള്ള, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഒരു സ്മെല്ലാണ് വരുന്നത്. ഹാർഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻറ്റൻസിൽ കുറേ നേരം എന്താ പറയുക, മറ്റേത് കുറച്ച് മൈൽഡായിട്ടുള്ള ഒരു സ്മെല്ലാണ്. അതിനെ വെച്ച് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇറിച്ച് നിൽക്കുന്നൊരു സ്മെല്ലായിട്ട് എനിക്ക് തോന്നി. ഇതും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം തന്നെയാണ് കേട്ടോ മീഷോ ഒന്ന് വാങ്ങിച്ചതിൽ തന്നെ. പിന്നെ ബോട്ടിലെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി എനിക്ക്. പണ്ടൊക്കെ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേനും ഒരു പ്രത്യേക തരത്തിലുള്ള ബോട്ടിലിൽ ഒരു പ്രത്യേക തരം പെർഫ്യൂമൊക്കെ കൊണ്ടുവന്ന് തരുമായിരുന്നു. അപ്പോൾ എനിക്കിത് അങ്ങനെ സ്മെല്ല് ചെയ്തപ്പോഴത്തേനും അന്ന് ഗൾഫിൽ നിന്ന് വന്ന കുറേ ആൾക്കാരെയൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഇത്. മൂന്നാമത്തെ പെർഫ്യൂം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഫീൽ എന്നാണ് ഇതിൻ്റെ പേര്. ഫോംലെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ് ഫീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത്, ഇതും സ്വീറ്റ്, ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രീമൊക്കെ പരട്ടില്ലേ, ഈ കുഞ്ഞു പിള്ളേരുടെയൊക്കെ ലോഷനൊക്കെ ഉണ്ടാവില്ലേ, അവരെ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഒരു ലോഷനൊക്കെ തേക്കും നമ്മൾ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അങ്ങനത്തെ ഒരു ലോഷൻ്റെയൊക്കെ പോലത്തെ ഒരു സ്മെല്ലാണ്. ചെറിയൊരു സ്വീറ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഇത്തിരി ലോഷൻ്റെയൊക്കെ പോലത്തെ നല്ല ക്രീമി ഒരു സ്മെല്ലുണ്ടല്ലോ. അതെങ്ങനെ പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര ഒരു ഇറിച്ച് നിൽക്കുന്ന സ്മെല്ലല്ല, കുറച്ച് ഇങ്ങനെ പോകുന്ന ഒരു സ്മെല്ലാണ്. ഇതും അത്യാവശ്യം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ ഇത്. അടുത്ത പെർഫ്യൂം എന്ന് പറയുന്നത് സോഫ്റ്റ് ഫീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അത് ഫോംലെസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പെർഫ്യൂമാണ്. ഈ ഒരു ബോട്ടിൽ അല്ലാണ്ട് വേറെ 2 ബോട്ടിൽസ് കൂടെ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു ബോട്ടിലുള്ളൊരു പെർഫ്യൂമാണ്. വേറെ അത് കൂടാണ്ട് ഒരു ലൈറ്റ് റെഡ്, ലൈറ്റ് പിങ്ക്, ഈ 2 ബോട്ടിലും കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 318 രൂപയാണ്. പക്ഷെ നമുക്കിത് മീഷോന്ന് 161 രൂപയ്ക്ക് കിട്ടും. ഞാൻ വാങ്ങിയിട്ടുള്ളത് 143 രൂപയ്ക്കാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബേബി ലോഷൻ്റെയൊക്കെ പോലത്തെ ഒരു സ്മെല്ലാണ് എനിക്ക് തോന്നാറെന്ന് വെച്ചാൽ, ഒരു പൗഡർ, നമ്മുടെ ഈ ടാൽക്കം പൗഡറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഫ്രാഗ്രൻസ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതും അത്യാവശ്യം നല്ല മൈൽഡായിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. കുത്തുന്ന സ്മെല്ലല്ല, നമുക്ക് ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോഴൊക്കെ അടിക്കാൻ പറ്റിയിട്ടുള്ള മൈൽഡായിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിന് വരുന്നത്. പിന്നെ വരുന്നത്, ഇത് ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ബോട്ടിൽ കണ്ടോ, നല്ല രസമാണ്, നല്ല രസമുണ്ട്. ഇതൊക്കെ ചില്ലാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഊരാം, ഇങ്ങനെ എടുക്കാം, കണ്ടോ. ഇത് നല്ല സ്മെല്ല. ഇത് ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്തു, കണ്ടോ, ഇത്രയുമായി ഓൾമോസ്റ്റ് യൂസ് ചെയ്താണ്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് അടിച്ചപ്പോഴത്തേനും വലിയ താല്പര്യമൊന്നും തോന്നിയില്ല, കാരണം മൂക്കിലോട്ട് ഇങ്ങനെ തുളച്ച് കയറുന്ന ഒരു സ്മെല്ലാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇതൊന്ന് സെറ്റ് ആയിക്കണം, ഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ആയിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു കുത്തുന്ന സ്മെല്ലൊന്ന് മാറിയിട്ട് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. അതും ഏകദേശം ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനും അടിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ, അങ്ങനെ യൂസ് ചെയ്യാം. ഈ ഒരു പെർഫ്യൂമിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 199 രൂപയാണ്. നമുക്കിത് 173 രൂപയ്ക്ക് മീഷോന്ന് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ പെർഫ്യൂമിൻ്റെ ഒരു ഫ്രാഗ്രൻസിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, അത് ഭയങ്കര കുത്തുന്ന സ്മെല്ലായിട്ട് ഫസ്റ്റ് നമുക്ക് തോന്നും. പിന്നെ ഒരു 5 മിനിറ്റ് നമ്മുടെ അതൊന്ന് അബ്സോർബായി കഴിയുമ്പോഴത്തേനും നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്മെല്ലാണ് വരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് അടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ കൊച്ചിയിൽ മുസ്ലിം വീടുകളിൽ കല്യാണത്തിന് പോയില്ലേ, അപ്പോൾ അവിടെയൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള സ്മെല്ലാണ്. എല്ലാവരും അത്തരം സ്പ്രേയും ഒക്കെ അടിച്ചിട്ട് നല്ല മണമായിരിക്കും വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ. ഏകദേശം എനിക്ക് ആ ഒരു കല്യാണ വീട്ടിൽ പോയൊരു ഫീലിംഗ് ആണ് ഈ ഒരു പെർഫ്യൂം അടിച്ചപ്പോൾ തോന്നി. അത്രയ്ക്ക് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. ഇതിൻ്റെ ബോട്ടിലാണെങ്കിലും വലിയ ആഡംബരമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പെർഫ്യൂമാണിത്. ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാം. ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ച പെർഫ്യൂമുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ പേഴ്സണലി.
കാരണം മറ്റേത് ഞാൻ എവിടേക്കോ മണത്തറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു ഫ്രാഗ്രൻസ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ അങ്ങനെയല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് സ്മെല്ല് ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു റിച്ച് സ്മെല്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസാണ് ഈ ഒരു പെർഫ്യൂമിന് വരുന്നത്. ഇതിൻ്റെ പേര് വരുന്നത് കേർഡിൽ നിന്നാണ് കേട്ടോ. ലെ ഫ്രഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കേർഡിൽ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 499 ആണ്. നമുക്കിത് മീഷോന്ന് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ 190 കിട്ടും. ഞാൻ ഓഫർ പ്രൈസ് കാര്യങ്ങൾ ഇട്ടിട്ട് എനിക്ക് 179 റുപ്പീസിനാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് എനിക്ക് എന്താ പറയുക, ഒരു രക്ഷയില്ല. നല്ല സ്മെല്ലാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെർഫ്യൂം എന്ന് പറയുന്നത്. ഇനി ഇതിന് നമുക്ക് എങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കീപ്പ് ചെയ്യാം? ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്നെ സംബന്ധിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് ഞാൻ മേല് കഴുകാനായിട്ട് ബാത്റൂമിൽ കയറുമ്പോൾ വരെ എനിക്ക് ഈ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഏതൊരു പെർഫ്യൂം ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന മിക്കതും വൈകിട്ട് വരെ നിൽക്കാറുണ്ട്. ഞാൻ അതിൻ്റെ ഇടക്ക് അങ്ങനെ സ്പ്രേ ചെയ്യാറൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ബോഡിയിൽ ആ ഒരു സ്മെല്ല് നിൽക്കാറുണ്ട്. അധികം വേർക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഫേസ് നന്നായിട്ട് വേർക്കുണ്ട്, പക്ഷേ ബോഡി അധികം വേർക്കാറില്ല. എനിക്ക് ഈ ഒരു പോർഷൻ എപ്പോഴും ഇങ്ങനെ വേർത്തിട്ടിരിക്കും. അവിടെ നമുക്ക് സ്പ്രേ അടിക്കാൻ പറ്റില്ലല്ലോ. അതുമാത്രമല്ല അവിടെ എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അണ്ടർ ആംസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വേർക്കാറില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. കുറേ പേരുടെ കണ്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വേർത്തിട്ട് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും. രാവിലെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വരെ നിൽക്കണം എന്നില്ല. അങ്ങനെ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ചില പാർട്സ് ഉണ്ട്, അവിടെ അടിക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ചെവിയുടെ ബാക്കിൽ ഈ 2 പോർഷനിൽ, അതുപോലെ തന്നെ നെക്കിൻ്റെ താഴെ ഈ ഒരു പോർഷനിൽ, പിന്നെ കഴുത്തിൻ്റെ ബാക്കിൽ, പിന്നെ ഈ 2 സ്ഥലം, പിന്നെ ഈ 2 ഭാഗം, ഇത്രയും സ്ഥലത്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വൈകിട്ട് വരെ നമ്മുടെ ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു സ്പ്രേയുടെ ആ ഒരു ഇൻറ്റൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വാസ്ലിൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക. നമ്മുടെ കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഇവിടത്തേക്ക് എവിടേക്കാണോ വേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ശേഷം നമ്മൾ അവിടെ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ എന്താ പറയുക സ്കിന്നിലോട്ടൊന്ന് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു സ്മെല്ല് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഡ്രസ്സിലെന്ന് പറയുമ്പോഴത്തേനും സ്റ്റെയിനുള്ള സ്പ്രേ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കാരണം അങ്ങനെയുള്ളതാണെങ്കിൽ ചിലപ്പോൾ വൈറ്റ് ഡ്രസ്സിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേനും പാടൊക്കെ വന്നാൽ പിന്നെ അതിന് നമുക്ക് വേറെ പണി നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ കാരണം നമ്മുടെ സ്കിന്നിനേക്കാൾ കൂടുതലും നമ്മുടെ ഡ്രസ്സിൽ അത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും എന്നാണ് പറയുന്നത്. മെയിനായിട്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു പാർട്സ് ഒന്ന് നോട്ട് ചെയ്യുക. ഇതൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. എവിടെ വേണമെങ്കിൽ ഈ 2 ഷോൾഡറിൻ്റെ ഈ പാർട്സ്, ഞാൻ അവിടെയാണ് അടിക്കുന്നത്. ഈ 2 ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് അങ്ങനെ 2 അടി അടിക്കും. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പാർട്സിലൊക്കെയാണ് ഞാൻ അടിക്കാറുള്ളത്. എനിക്ക് വൈകിട്ട് വരെ ആ ഒരു സ്മെല്ല് നിൽക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ കീപ്പ് ചെയ്ത് പോകുന്ന കുറച്ച് ടിപ്സ്. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.